ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ നിന്റെ മറ്റവൻ്റെ വീട്ടിലെത്തി. ഹാ. ഓട്ടോ ഇറങ്ങി നജ ആ വീടിന് ചുറ്റും നോക്കി. ഇവിടെ വന്ന് 4 വർത്താനം പറയണം എന്ന ആഗ്രഹമുണ്ടല്ലോ. ഇപ്പൊ എന്തോ പോലെ നാഫിക്ക തന്നെ ചതിച്ചെന്നോർക്കെ ഉള്ളിലൊരു പിടച്ചിൽ. അവൾ നിറഞ്ഞു തുളുമ്പിയ കണ്ണുനീർ തുടച്ചു ഓട്ടോക്കാരന് പൈസയും കൊടുത്ത് ആ വീട്ടിലേക്ക് കയറി ചെന്നു. ഇവിടെ ആരുമില്ലേ? ഹാളിൽ ആരുമില്ലെന്ന് കാണെ നജ ഒച്ചയിൽ ചോദിച്ചു. പെട്ടെന്നാണ് പിറകിലൂടെ ആരോ തന്നെ വട്ടം ചുറ്റിയത്. ഇവിടെ ആളുണ്ടല്ലോ പെണ്ണെ, എന്നെ കാണാൻ വന്നതാണോ നീ? തന്റെ ചെവിയോട് ചുണ്ടടുപ്പിച്ച് ചോദിച്ചവന്റെ സ്വരം കേൾക്കെ ഇത് നാഫിക്കാണെന്ന് മനസ്സിലായ നജ പിടഞ്ഞു മാറി നാഫിയെ കണ്ണുരുട്ടി നോക്കി. താൻ ആരോട് ചോദിച്ചിട്ടാ എന്റെ ശരീരത്തിൽ തൊട്ടേ? അതിനിപ്പോ ആരോട് ചോദിക്കണം? എന്റെ പെണ്ണിനെ സ്നേഹിക്കാൻ ഞാൻ മറ്റാരുടെയെങ്കിലും സമ്മതപത്രം വാങ്ങണോ? നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയാത്ത സ്ഥിതിക്ക് എന്നെ തൊടാൻ നിനക്ക് അവകാശമില്ല. അല്ല, നിന്റെ ഇക്കാക്കായിരിക്കും എന്റെ ഫിനുവിനെ സ്നേഹിച്ച് കബളിപ്പിച്ചു പോയവൻ. അതാ നീയും ഇങ്ങനെ. നജയിൽ തീർത്തും ദേഷ്യം നിറഞ്ഞിരുന്നു. എങ്ങനെ? നാഫി അവളെ നോക്കി പിരികമുയർത്തി. നജയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് കാണെ അവനൊരു ചിരിയോടെ നജയെ മാറോട് പിടിച്ചു. ഫിനു ചുമ്മാ പറഞ്ഞതാടി എന്റെ നിക്കാഹിന്റെ കഥ, അല്ലാതെ എന്റെ നിക്കാഹൊന്നും ഇല്ല. ഇന്ന് ഈ മനസ്സ് വെച്ചാ അവൾ പറഞ്ഞ പോലെ നമ്മളെ നിക്കാഹ് നടക്കും. നജയുടെ നെറ്റിയോട് തന്റെ നെറ്റി മുട്ടിച്ച് പറഞ്ഞവനെ കണ്ട നജയുടെ കണ്ണുകൾ വിടർന്നു, ചുണ്ടുകൾ വിരിഞ്ഞു. അതെ മതി, രണ്ടും വിട്ടു നിന്നേ. മോളെ നജ, നീ ഒന്ന് സമ്മതമൂലം നമ്മുടെ കല്യാണത ഈ വീട്ടിലെ പന്തലിൽ വെച്ച് നടത്താം. അങ്ങോട്ട് വന്ന് ഫിനു പറഞ്ഞത് കേൾക്കെ നജ ഞെട്ടലോടെ ഫിനുവിനെ നോക്കി. നീ എന്താ ഇവിടെ? എന്റെ കെട്ടോന്റെ വീടാ ഇത്. അപ്പൊ എനിക്ക് അയച്ചു തന്ന ലൊക്കേഷൻ? ആ, എന്റെ പ്രണയവും ഇവനായിരുന്നു. എന്റെ കോളേജ് കാലഘട്ടത്തിലെ ഞങ്ങളുടെ 3 വർഷത്തെ പ്രണയം, ഇടയിലെ ചെറിയൊരു പിണക്കം, അതിനുശേഷം 10 മടങ്ങ് സ്നേഹത്തോടെ ഞങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. ഐസുവിനോട് ചേർന്ന് നിന്നവൾ പുഞ്ചിരിച്ചു. നാഫി, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ചെയ്തോ? ഐസു നാഫിയെ നോക്കി പിരുകുമുയർത്തി. ആ, അടുക്കള ജോലിക്കല്ലേ, ഇന്ന് വരും. പിറ്റേന്നായിരുന്നു നാഫി ഏൽപ്പിച്ച അടുക്കള ഡ്യൂട്ടിക്കുള്ള 2 സ്ത്രീകൾ ആ വീട്ടിലേക്ക് വന്നത്. ഹാളിലുണ്ടായിരുന്ന ഫിനു അവരെ നോക്കി പുഞ്ചിരിച്ചു. അടുക്കള ജോലിക്ക് വന്നതല്ലേ? ഫിനു അവരെ നോക്കി പിരുകുമുയർത്തി. ഉമ്മ. ഫിനു അലറി വിളിച്ചതും സാജിദ അങ്ങോട്ടേക്ക് വന്നു. എന്താടി കൊച്ചേ? നിങ്ങളുടെ ഐസുക്ക സ്നേഹം കാണിച്ചു തുടങ്ങിയപ്പോ നിങ്ങൾക്ക് ഇന്നെ വേണ്ടാന്ന് തോന്നിയോ? ഒന്ന് പോയടി. അവരും നീയും നാഫിയും അമിമോളും ഇനി ഇങ്ങോട്ട് കയറി വരാൻ പോകുന്ന എന്റെ മരുമക്കളും എല്ലാം എനിക്ക് ഒരുപോലെയാണ്. അല്ല, നീ എന്തിനാ വിളിച്ചേ? ദാ, ഇനി ഇവരാണ് ഇവിടുത്തെ അടുക്കള പണിക്കാർ. സോ ഇനി മുതൽ അടുക്കള മര്യാദയ്ക്ക് ഇവർക്ക് വിട്ടു കൊടുത്തോളാണ്ടി. ഇനി അടുക്കള പ്രദേശത്ത് നിങ്ങളെ കാണാൻ പാടില്ല. ഫിനു ഗൗരവത്തോടെ പറഞ്ഞു നിർത്തിയപ്പോഴാണ് ഐസു അങ്ങോട്ട് വന്നത്. സർ, ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ? ഐസുവിനെ കാണാൻ ഫിനു എഴുന്നേറ്റ് നിന്ന് ബഹുമാനത്തോടെ ചോദിച്ചത് കേൾക്കെ കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞ പോലെ ഭർത്താവായ തന്നെ പരിപാലിക്കലും സ്നേഹിക്കലുമാണ് തന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞതിനാണ് ഈ ഓവർ ആക്ടിങ് എന്ന് ഐസുവിന് മനസ്സിലായി. അതേലോ, എടുത്തിട്ട് മോള് തന്നെ താൻ വായിലേക്ക് കാമെത്തിക്കോ പൊട്ടി. ഐസു പുച്ഛിച്ചു പോയതും ഫിനു പുച്ഛിച്ച് അവിടെ ഇരുന്നു. ഡി, അവനോട് ബഹുമാനത്തോടെ സംസാരിക്കണം. അടുക്കള ജോലിക്ക് വന്ന സ്ത്രീയിൽ ഒരാൾ തന്നോട് ഒച്ച വെച്ചതും അവൾ നെറ്റി ചുളിച്ച് ആ സ്ത്രീയെ നോക്കി. നീയൊന്ന് അടങ്ങ് സുഹ്റ, വന്ന പാടെ നീ ജോലി കളയോ? കൂടെ വന്ന സ്ത്രീ ചോദിച്ചത് കേൾക്കെ സുഹ്റ മിണ്ടാതിരുന്നു. തന്റെ മകനെയാണ് അവൾ പട്ടിയെന്ന് വിളിച്ചതെന്നോർക്കെ സുഹ്റയിൽ ദേഷ്യം നിറഞ്ഞു. ഇവർ ഇത്രയും പണക്കാരാവുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അന്നാണെ തന്നെ ഇറക്കിക്കൊണ്ടു പോയവൻ തന്നെ വേണ്ടെന്ന് തോന്നിയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ ഓരോ ജോലി ചെയ്താണ് പട്ടിണിയില്ലാതെ ജീവിച്ചു പോണത്. എന്റെ ഭാര്യയെ ബഹുമാനം പഠിപ്പിക്കാൻ നിങ്ങളേതാ? പണിക്ക് വന്നതാണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ കഴിയണം. പഴയ ബന്ധം പറഞ്ഞ് ഇവിടെ കയറി കൂടാമെന്ന വല്ല ചിന്തയുമുണ്ട്. ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ജന്മം തന്നതാണ് എന്ന് വെച്ച് ഞാൻ നിങ്ങളെ സ്നേഹിക്കാനൊന്നും പോണില്ല. ഫിനുവിനെ ചേർത്ത് പിടിച്ച് ഐസു സുഹ്റയെ കണ്ണുരുട്ടി നോക്കി. ഫിനു ഞെട്ടലോടെ സുഹ്റയെ നോക്കി. ഐസുവിന്റെ ഉമ്മയാണോ ഇത്? അന്ന് അലിപ്പാനെയും ഐസുക്കയും വിട്ടുപോയതിന്റെ ശിക്ഷയാണ് ഇന്ന് അവരുടെ കഷ്ടപ്പാട്. ഡി ഭദ്രകാളി, നേരത്തെ ചോദിച്ച ചായ ഇങ്ങെടുക്ക്. മനസ്സില്ല, വേണൽ തന്നെത്താൻ പോയി എടുത്ത് കുടിച്ചോ. ഫിനു ഐസുവിനെ പുച്ഛിച്ചു പോയി. ഇനി ജീവിതകാലം മുഴുവൻ ഈ പൊട്ടിക്കാളിയെ സഹിക്കണമല്ലോ എന്നോർത്ത ഐസുവിന്റെ ചുണ്ടുകൾ ചുമ്മാ ചിരിച്ചു. അവന്റെ മനസ്സിൽ ഫിനുവിനോടുള്ള പ്രണയം അലതല്ലി. അലിയും സുഹ്റയെ കണ്ടെങ്കിലും പഴയ ബന്ധം വെച്ച് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും തുനിഞ്ഞില്ല. അല്ല, ഒന്ന് നോക്കണേ സുഹ്റയുടെ ഭാഗ്യം. ആദ്യം ഭർത്താവിനെ ഒഴിവാക്കി വേറൊരുത്തന്റെ കൂടെ പോയി. അവസാനം അവനും ഒഴിവാക്കിയപ്പോൾ ഓരോ ജോലി ചെയ്ത് ജീവിച്ച സുഹ്റ അവസാനം സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ വേലക്കാരിയായി ജോലി ചെയ്യാൻ എത്തിയിരിക്കുന്നു. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ആകെ ജഗപുകയാണ് ഐസുവിന്റെ വീട്. ആദ്യം അമ്മയുടെയും ആദിയുടെയും നിക്കാഹായിരുന്നു. സന്തോഷത്തോടെ ആദി അമ്മയുടെ കഴുത്തിൽ മഹർ ചാർത്തി.
ഇന്നവൻ ഒരുപാട് ഹാപ്പിയാണ്. ഇത്രയും കാലം തന്നിൽ നിന്ന് അകന്നു നിന്ന് തന്റെ മറിയാമ്മ തന്നോട് മിണ്ടിയിരിക്കുന്നു. തെറ്റ് അവളുടെ ഭാഗത്തല്ലെന്നറിയെ അവളോട് പിരിഞ്ഞിരുന്നതിൽ അർമാന് ദുഃഖം തോന്നിയിരുന്നു. എന്നാൽ ഇന്നത്തോടെ പ്രശ്നങ്ങളെല്ലാം സോൾവായി. പ്രണയിച്ച പെണ്ണിനെ തന്നെ വിവാഹവും ചെയ്തു. തന്റെ മറിയാമ്മ വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. രണ്ടാമത് നടന്നത് നാഫിയുടെയും നജയുടെയും നിക്കാഹായിരുന്നു. അവളുടെ ഉമ്മയും ഉപ്പയും നിക്കാഹിന് സമ്മതിക്കാതെ വന്നതും നജ പട്ടിണി കിടന്നാണ് നിക്കാഹിന് സമ്മതിപ്പിച്ചത്. അവളുടെയൊക്കെ ഒരു അവസ്ഥയെ നാഫി സന്തോഷത്തോടെ നജയെ ചേർത്ത് പിടിച്ചു. മൂന്നാമതായി നമ്മുടെ നടൻ നടിയുടെ കഴുത്തിലേക്ക് ജീവിതത്തിൽ രണ്ടാമത് മഹർ ചാർത്തി. ഒരു ചിരിയോടെ ഐസ ഫിനുവിനെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലായി ചുണ്ടുകൾ ചേർത്തു. ആ സമയം ഇരുവരുടെയും ഹൃദയം ഒരുപോലെ മൊഴിയുന്നുണ്ടായിരുന്നു. ഇനി ഒരിക്കലും തങ്ങൾ പിരിയില്ലെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കില്ലെന്നും തന്റെ ഹൃദയത്തിൽ എപ്പോഴും താൻ ഉണ്ടാവുമെന്നും. ഓൾവേസ് യു ആർ മൈ ഹേർട്ട്. പുഞ്ചിരിയുടെ അതിലുപരി പ്രണയത്തോടെ നിൽക്കുന്ന അവരിരുവരുടെയും ചിത്രം ക്യാമറയിലേക്ക് ആരെല്ലാമോ പകർത്തിയിട്ടുണ്ടായിരുന്നു.